സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഹ്യൂമാനിസം, അതായത് മാനവികത. ഹ്യൂമാനിസം അതായത് മാനവികത എന്ന് പറയുന്നത് മനുഷ്യരുടെ ഹ്യൂമൻസിന്റെ ജീവിതത്തിനും അറിവിനും വിദ്യാഭ്യാസത്തിനും കലയ്ക്കും ശാസ്ത്രത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താരീതിയാണ് ഹ്യൂമാനിസം, അതായത് മാനവികത എന്ന് ഹ്യൂമാനിസം എന്ന് പറയുന്ന ഈ ഒരു തോട്ട് പ്രോസസ്സ് ഉയർന്നു വന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. അതിന് തക്കതായ കാരണമുണ്ട്. മധ്യ കാലഘട്ടങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ കത്തോലിക്ക സഭയുടെ കീഴിലായിരുന്നു. അതായത് സഭ പറയും, രാജ്യങ്ങളിലെ ജനങ്ങൾ അനുസരിക്കും. ജനങ്ങൾക്ക് സ്വന്തമായി തീരുമാനം പറയാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനോ ചോദ്യം ചെയ്യാനോ ആ സമയത്ത് എന്തില്ലായിരുന്നു, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കൂടാതെ തന്നെ എഡ്യൂക്കേഷൻ വളരെ കുറവായിരുന്നു. ജനങ്ങളും എന്തിന് ഇമ്പോർട്ടൻസ് നൽകി, മതകാര്യത്തിന്. കാരണം കത്തോലിക്ക സഭയ്ക്ക് അത്രമാത്രം ആധിപത്യം ഈ ഒരു രാജ്യങ്ങളുടെ മുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ 14ാം നൂറ്റാണ്ടോടു കൂടി ഒരുപാട് മാറ്റങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്നു. പ്രധാനമായും രാജ്യങ്ങളുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകൾ എന്ത് ചെയ്തു, ഈ മാറ്റങ്ങൾ വന്നു. 14ാം നൂറ്റാണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായ മാറ്റങ്ങൾക്ക് ഗ്രീക്കോ റോമൻ സംസ്കാരം മറ്റൊരു കാരണമാണ്. ഈ 14ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് 1031 മുതൽ 1400 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മധ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ മധ്യകാല യൂറോപ്യൻ രാജ്യം കത്തോലിക്ക സഭയുടെ കീഴിലായിരുന്നു. എന്നാൽ 14ാം നൂറ്റാണ്ടോട് കൂടി ആകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്നു. അതൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗ്രീക്കൻ റോമൻ സംസ്കാരം തന്നെയാണ്, ഗ്രീക്കോ റോമൻ സംസ്കാരം. 14ാം നൂറ്റാണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ടായ മാറ്റങ്ങൾക്ക് ഗ്രീക്കൻ റോമൻ സംസ്കാരങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രീക്കോ റോമൻ സംസ്കാരം എന്ന് പറയുന്നത്? പുരാതന കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന 2 പ്രധാന സംസ്കാരമാണ് ഗ്രീക്കോ റോമൻ സംസ്കാരം. അപ്പോൾ ഈ ഒരു സംസ്കാരത്തെ ക്ലാസിക്കൽ സിവിലൈസേഷൻ എന്നും വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു കാലഘട്ടം ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പുള്ളതാണ്. 14ാം നൂറ്റാണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ മാറ്റങ്ങളുടെ സവിശേഷ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ 14ാം നൂറ്റാണ്ട് എന്തിന് ഇമ്പോർട്ടൻസ് നൽകി? ഹ്യൂമാനിസം, മാനവികതയ്ക്ക്, മനുഷ്യൻ്റെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് നൽകി. കൂടാതെ അറിവിന്, വിദ്യാഭ്യാസത്തിന്, കലയ്ക്ക്, ശാസ്ത്രത്തിന് കൂടുതൽ ഊന്നൽ നൽകി. രണ്ടാമത്തത് ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയാണ്, റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്. അതായത് ഒറ്റ ഭരണത്തിന് കീഴിൽ പൊതുവായ നിയമങ്ങളെ അടിസ്ഥാനമാക്കി ദേശീയ ഐക്യമുള്ള രാജ്യങ്ങൾ ഉയർന്നു വന്നു. വ്യക്തി സ്വാതന്ത്ര്യം, ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം മധ്യ കാലഘട്ടങ്ങളിൽ യൂറോപ്യൻ രാജ്യ ജനങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. തങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുവാനോ തങ്ങളുടെ ഇഷ്ടത്തിൽ ചിന്തിക്കുവാനോ അവർക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു കാലഘട്ടം എന്തിന് ഇമ്പോർട്ടൻസ് നൽകി? വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇമ്പോർട്ടൻസ് നൽകി. ഇനി അടുത്ത യുക്തിചിന്ത. അതായത് മധ്യകാലഘട്ടത്തിൽ സഭ എന്ത് പറയുന്നുവോ അത് ജനങ്ങൾ അതുപോലെ അനുസരിക്കും. എന്തുകൊണ്ട്, എങ്ങനെ, എന്താണ് കാരണം എന്ന് തിരിച്ച് ചോദിക്കുവാനുള്ള ഒരു ചിന്താഗതി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടം യുക്തി ചിന്തിക്കുമ്പോൾ, അത് അന്ധവിശ്വാസങ്ങൾക്ക് പകരം യുക്തി ചിന്തയ്ക്ക് എന്ത് ചെയ്തു, ഇമ്പോർട്ടൻസ് നൽകി. അതായത് എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം തന്നെ. റീജിയണൽ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് നൽകി. ഈ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്. ഉദാഹരണം, നമ്മുടെ കേരളത്തിൽ നമ്മൾ മലയാളം സംസാരിക്കുന്നു, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴാണ് അവിടുത്തെ ജനങ്ങൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ പ്രാദേശിക ഭാഷകളുടെ ഉപയോഗം ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഇനി അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് കലാശാസ്ത്ര രംഗങ്ങളുണ്ടായ മാറ്റങ്ങൾ, കച്ചവടത്തിന് പുരോഗതി, വാണിജ്യവൽക്കരണം, ഇതൊക്കെ ഈ ഒരു 14ാം നൂറ്റാണ്ടിലെ ഉണ്ടായ മാറ്റങ്ങളുടെ പ്രത്യേകതകൾ ആയിരുന്നു. ഈ മാറ്റങ്ങൾ ആദ്യം സംഭവിച്ചത് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ സംഭവിച്ച ഈ മാറ്റത്തെ നവോത്ഥാനം അഥവാ റിനീസൻസ് എന്ന് പേര് നൽകി. എന്ത് പേര് നൽകി? നവോത്ഥാനം, അതായത് റിനീസൻസ്. റിനീസൻസ് എന്ന വാക്കിന്റെ അർത്ഥം റീബർത്ത്, പുനർജനിക്കുക, വീണ്ടും ജനിക്കുക. ആര് വീണ്ടും ജനിച്ചു? 14ാം നൂറ്റാണ്ടോട് കൂടി മായ്ക്കപ്പെട്ട ഗ്രീക്കോ റോമൻ സംസ്കാരത്തിന്റെ സാഹിത്യം, കല, അറിവ്,
രാഷ്ട്രം എന്നിവ എന്ത് ചെയ്തു? വീണ്ടും പുനർജനിച്ചു. അപ്പോൾ ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? റിനീസൻസ് അഥവാ നവോത്ഥാനം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ട് ഇറ്റലിയിൽ ആ മാറ്റം സംഭവിച്ചു? റീസൺ എന്തത്? യൂറോപ്പിൽ ഇത്രയും രാജ്യങ്ങൾ ഉണ്ടായിട്ടും ഈ മാറ്റം ആദ്യം സംഭവിച്ചു ഇറ്റലിയിലായിരുന്നു. കാരണം ഇറ്റലി യൂറോപ്പിലെ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് ഇറ്റലിയിലെ നഗരങ്ങൾ കുറച്ചും കൂടി എന്തായിരുന്നു? വ്യത്യസ്തമായിരുന്നു. എന്തുകൊണ്ട് ഈ മാറ്റങ്ങൾ ഇറ്റലിയിൽ സംഭവിച്ചു? ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് എന്തായിരുന്നു? കൂടുതൽ ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രവും ഊർജ്ജസ്വലവുമായിരുന്നു. ഈ മാപ്പിൽ കൊടുത്തിട്ടുള്ളത് ഇറ്റലിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. മിലാൻ, വെനീസ്, പാർമ, പിസ, ഫ്ലോറൻസ്, റോം, ജനോവ. കൂടാതെ തന്നെ ഇറ്റലിയിലെ വ്യാപാരികൾ ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലകളെ കുറിച്ച് കൂടുതൽ അറിവുള്ളവരായിരുന്നു. ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ കൂടാതെ തന്നെ കൊമേഴ്ഷ്യലൈസേഷൻ, വാണിജ്യം എന്ന ഒരിതിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തിരുന്നു. ഇനി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ വരവും ചെലവും ഒക്കെ എന്താണ്? ക്രമമായി രേഖപ്പെടുത്തുന്ന രീതിയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വാണിജ്യവൽക്കരണത്തിലൂടെ, അതായത് കൊമേഴ്ഷ്യലൈസേഷനിലൂടെ ഒരുപാട് പേർ, ഒരു ജനവിഭാഗം എന്ത് ചെയ്ത്? സമ്പന്നരായി മാറിക്കഴിഞ്ഞിരുന്നു. ഇറ്റലിയിലെ പ്രധാനപ്പെട്ട സമ്പന്ന കുടുംബങ്ങൾ വളർന്നു വന്ന നഗരങ്ങൾ: മെഡിച്ചി, ഫ്ലോറൻസ്, സെഫോറാസ്, മിലാൻ, ഫർണീസി, പാർമ, ഓർസീനി, നേപ്പിൾസ്, വിസ്കോന്തി, മിലാൻ. ഇനി വാണിജ്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യാപാരം വളരുകയും വ്യാപാരികൾ എന്ത് ചെയ്തു? കൂടുതൽ സാധനങ്ങൾ വാങ്ങി വിൽക്കുന്നതിലൂടെ കൂടുതൽ പണം സമ്പാദിക്കാൻ തുടങ്ങുന്ന പ്രക്രിയയാണ് കൊമേഴ്ഷ്യലൈസേഷൻ, അത് വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. കുരിശുയുദ്ധങ്ങൾ ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് മറ്റൊരു കാരണമായിരുന്നു. എന്താണ് കുരിശുയുദ്ധം? വിശുദ്ധ നാടായി അറിയപ്പെടുന്ന ജെറുസലേമിന് വേണ്ടി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവർ, അതായത് ക്രിസ്തീയ വിശ്വാസികളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശുയുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഇത് നടന്ന കാലഘട്ടം 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയായിരുന്നു. അപ്പോൾ ഈ ഒരു കുരിശുയുദ്ധങ്ങൾ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ജീവിതത്തിൽ നിർണായക പങ്കുവഹിച്ചു. കൂടാതെ തന്നെ മധ്യകാലത്ത് മിഡിൽ ഏജസിൽ നടന്ന കുരിശുയുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ എന്ത് ചെയ്തു? പരിചയത്തിലായി. ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയുടെ വേഗത എന്ത് ചെയ്തു? കൂട്ടി. കൂടാതെ തന്നെ ഇസ്ലാമിക് സാമ്രാജ്യവും ബൈസാന്റൈൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ വൻതോതിലുള്ള സമ്പത്ത് എവിടേക്ക് വന്ന്? ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് വന്നു. കൂടാതെ തന്നെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തിന്റെ അല്ലെങ്കിൽ വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളുടെ കച്ചവട നിയന്ത്രണത്തിലായി. അപ്പോൾ ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും: ഇറ്റാലിയൻ നഗരങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമ്പന്നമായിരുന്നു. ഇതിലേക്ക് നയിച്ച സാഹചര്യം വിശദമാക്കുക. അപ്പോൾ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം. എന്നാൽ 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ മിഡിൽ കാലഘട്ടത്തിൽ ബ്യൂബോണിക് പ്ലേഗ് എന്ന് പറയുന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. അതായത് നമ്മൾ കോവിഡ് പോലെയൊക്കെ ഈ ഒരു അസുഖം എന്ത് ചെയ്തു? ആ ഇറ്റാലിയൻ നഗരങ്ങൾ ഫുൾ എന്ത് ചെയ്തു? വ്യാപിച്ചു. ഇതിനെ ബ്ലാക്ക് ഡെത്ത് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ് ബ്ലാക്ക് ഡെത്ത്? 1347-നും 1350-നും ഇടയിൽ യൂറോപ്പിനെ മുഴുവനായിട്ട് തകർത്തെറിഞ്ഞ പ്ലേഗ് എന്ന മഹാമാരിയെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ റീസൺ എന്ന് പറയുന്നത് ഈ രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ എന്താണ്? കറുത്ത കുമിളകൾ എന്ത് ചെയ്തു? രൂപപ്പെട്ടു. അതുകൊണ്ട് ഇതിനെ ബ്ലാക്ക് ഡെത്ത് അഥവാ കറുത്ത മരണം എന്ന് എന്ത് ചെയ്തു? അറിയപ്പെട്ടു. ഈ ഒരു രോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വാണിജ്യത്തിനായി പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കപ്പലുകളിൽ എലികൾ കാണപ്പെട്ടു. അപ്പോൾ ഈ എലികളുടെ ദേഹത്തുള്ള ചെള്ളിലൂടെയാണ് എന്ത് സംഭവിച്ചത്? ഈ ഒരു രോഗം യൂറോപ്പിലാകെ വ്യാപിച്ചത്. പക്ഷേ ഈ ഒരു രോഗത്തോടു കൂടി പല മാറ്റങ്ങളും ഇറ്റാലിയൻ നഗരങ്ങളുണ്ട്. പ്രധാനമായും എന്ത് ചെയ്തു? ഒരുപാട് തൊഴിലാളികൾ എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഇത് കാർഷിക മേഖലയെ വളരെയധികം എന്ത് ചെയ്തു? ബാധിച്ചു. പക്ഷെ കൂടാതെ തന്നെ വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്കും ഇത് വഴിയൊരുക്കി.
പിന്നെ അടുത്തതായിട്ടുള്ളതെന്ന് പറയുന്നത് നിലവിലുള്ള മരുന്നുകളൊന്നും കൊണ്ട് തന്നെ ഈ ഒരു മഹാമാരി ചെറുത്ത് നിൽക്കാൻ ആർക്ക് കഴിഞ്ഞു? യൂറോപ്യൻ ഇറ്റാലിയൻ ജനങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല? കഴിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു പഠനത്തിലൂടെ അവർക്ക് മനസ്സിലായി എന്താ? മനുഷ്യ ജീവിതം വളരെ ചെറുതാണ്, എപ്പോൾ വേണേ എന്ത് വേണോ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? മനുഷ്യന്റെ സന്തോഷത്തിനും ജീവിതത്തിനും കൂടുതലും മനുഷ്യർക്ക് എന്ത് ചെയ്തു? പ്രാധാന്യം നൽകാനായിട്ട് തുടങ്ങി. ഇതും എന്തിലേക്ക് നയിച്ചു? ഹ്യൂമാനിസം, മാനവികത എന്ന് പറയുന്ന ചിന്താഗതിയിലേക്ക് നയിച്ചു. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ യൂറോപ്പിന്റെ വിവിധ മേഖലകളിൽ എന്ത് ചെയ്തു? ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് നഗരങ്ങളിൽ, ഇറ്റാലിയൻ നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹ്യ ഐക്യം തുടങ്ങിയവ ജനങ്ങൾ ഒരു പൗരബോധം, സ്വന്തമായിട്ടൊരു ആത്മാഭിമാനം എന്ത് ചെയ്തു? വളർത്തിയെടുത്തു. കൂടാതെ തന്നെ പ്രാചീന റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടമൊക്കെ എന്ത് ചെയ്തു? ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരാനായിട്ട് തുടങ്ങി. കൂടാതെ പ്രാചീന റോമൻ നിയമങ്ങളെ പറ്റിയും ലാറ്റിൻ ഭാഷയിലൊക്കെ പാണ്ഡിത്യമുള്ളവർ എന്ത് ചെയ്തു? വാണിജ്യ മേഖലകളിൽ ഇറങ്ങി വന്നു. പിന്നെ അതുകൂടാതെ തന്നെ പ്രാചീന റോമൻ സംസ്കാരം, പ്രാചീന കാലഘട്ടം നിലനിന്നിരുന്ന കല, സാഹിത്യം, ഭാഷ എന്നിവയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകി. കലയ്ക്കൊക്കെ ഒരുപാട് കല, സാഹിത്യത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം ഈ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നു. പ്രാചീന റോമൻ നഗരത്തിലെ ചിത്രങ്ങൾ, കയ്യെഴുത്തു പ്രതികളും കെട്ടിട അവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും നേതൃത്വത്തിൽ എന്ത് ചെയ്തു? കണ്ടെടുത്ത് അത് സംരക്ഷിക്കാനായിട്ട് ആരംഭിച്ചു. അത് ഈ ഒരു കാലഘട്ടത്തിൽ വാണിജ്യത്തിലൂടെ സമ്പന്നരായി മാറിയ ആളുകൾ എന്ത് ചെയ്തു? തങ്ങളുടെ ഇടവക ദേവാലയങ്ങൾ കുറച്ചുകൂടെ മോടി പിടിപ്പിച്ചു. സന്യാസി മഠങ്ങൾ, കത്തീഡ്രലുകൾ എന്നിവയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകി. ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങൾ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിട്ട് മാറി വന്നു. ഈ ഒരു കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകതയാണ്, പ്രധാനപ്പെട്ട സംഭവമാണ് 1453 തുർക്കികൾ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. ഈ സ്ഥലം ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായിരുന്നു. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്തത്. അതുമാത്രമല്ല, പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ തുർക്കികൾ എന്ത് ചെയ്തു? ഈ ഒരു പ്ലേസിനെ ആക്രമിച്ചതിനെ തുടർന്ന് ഈ ഒരു പണ്ഡിതന്മാരെന്ത് ചെയ്തു? അവരുടെ കൈവശമുള്ള കയ്യെഴുത്തു പ്രതിയുമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി. ഇത് എന്തിലേക്ക് നയിച്ചു? മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി. ഇത് മറ്റൊരു ഡെവലപ്മെന്റിലേക്ക് നയിച്ചു. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും എന്ത് ചെയ്തു? വഴിയൊരുക്കി. അതായത് സാംസ്കാരിക രംഗത്തുള്ള ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ഇത് വഴിയൊരുക്കി. കൂടാതെ തന്നെ ഇതോടെ സാംസ്കാരിക രംഗത്ത് വൈജ്ഞാനിക മേഖല, അതായത് ഇന്റലക്ച്വൽ ഫീൽഡിലൊക്കെ എന്ത് ചെയ്തു? പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.